പാട്ടുണ്ട്, അറിയാമെന്ന് അറിയില്ല, കേട്ടിട്ടുണ്ടാവും. ഏത് ഗോപിച്ചേട്ടൻ? നമ്മുടെ ഗോപി സുന്ദറിന്റെ ഒരു പാട്ട്, എന്തുട്ടാക്കടാവേ എന്തുട്ടത് എന്തുട്ടാക്കടാവേ എന്തുട്ടത്. എന്താ നിന്റെ ഉദ്ദേശം? ആ പാട്ട് ഈ ഇടയ്ക്ക് ഭയങ്കര തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പാട്ട് പാടുന്ന ഒരു വാസുട്ടൻ എന്ന് പറഞ്ഞൊരു ഗഡി. അപ്പോൾ ആ ഗഡിയെ പറ്റിയിട്ട് ആൾക്കാരിങ്ങനെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. അപ്പോൾ ആ ഗഡി ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന സ്ഥിതിക്ക് വാസുട്ടനെ പറ്റി തന്നെ ഒരു രണ്ട് വാക്കൊന്നു. ഞാൻ നിന്നോട്, എൻ്റെ കൂടെ അഭിനയിച്ച നിന്നോട് വാസുട്ടനെ പറ്റി ഞാൻ അങ്ങോട്ട് ആൾക്കാർക്ക് കേൾക്കാൻ പറയണല്ലേ? താല്പര്യം ഉണ്ടാവും. എന്നെ കൊല്ലടാ നീ. അപ്പം എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ഇനി കണ്ട പ്രേക്ഷകർക്കും ജമുന പ്യാരി എന്ന സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകർക്കും വേണ്ടിയിട്ട്. പക്ഷെ അത് ഇവനെ നോക്കിയായിരിക്കും ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ മിസ്റ്റർ നീരജ്, ജമുന പ്യാരി എന്ന സിനിമയിൽ വാസുട്ടൻ എന്നൊരു ക്യാരക്ടർ ഞാൻ ചെയ്യണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, വടക്കാഞ്ചേരിക്കാരനായ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന, സ്ലാങ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരനായ ഓട്ടോക്കാരൻ. പക്ഷേ ഇയാൾ ജീവിതത്തെ കാണുന്ന ഒരു രീതികൾ വളരെ പോസിറ്റീവാണ്. ആൾക്കാരെ ഒരു സഹായം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കൂടുതലൊന്നും ആലോചിക്കത്തില്ല. അപ്പോൾ അത് ഒരു സീക്വൻസിൽ ജോയേട്ടൻ തന്നെ പറയുന്നുണ്ട്, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ തീരുമാനം എടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം കുടുംബപരമായിട്ട് നിനക്ക് അങ്ങനത്തെ സ്വഭാവം ഇല്ലല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. കാരണം വാസുട്ടൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിറ്റ് ആണത്. കാരണം വാസുട്ടൻ്റെ അച്ഛൻ ആണ് ശരിക്കും വാസു എന്ന ക്യാരക്ടർ. പുള്ളി നാട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നാട്ടുകാരെ സഹായിച്ച് ഒരവസരത്തിൽ ജീവിതം നഷ്ടപ്പെട്ട ഒരു കക്ഷിയാണ് വാസുവിൻ്റെ മകനായ കുട്ടനാണ് വാസുട്ടൻ. അപ്പോൾ വാസുട്ടൻ ഈ വടക്കാഞ്ചേരി പട്ടണത്തിൽ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് നടക്കുന്നു, ആൾക്കാരെ സഹായിക്കുന്നു, നാട്ടുകാരെ സഹായിക്കുന്നു. അതിനിടയ്ക്ക് ഒരു നായിക എൻ്റർത്ത നായികയെ സഹായിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വാസുട്ടൻ്റെ കൂടെയുള്ള ജോയ് മാത്യുവിൻ്റെ ക്യാരക്ടർ പ്രകാശ് ചേട്ടൻ ഒരു കോഴിക്കോടുകാരനാണ്. പക്ഷേ വടക്കാഞ്ചേരി താമസിക്കുന്നു. കോഴിക്കോട് ഭാഷ കോഴിക്കോടാണ്. പിന്നെ സുരാജിൻ്റെ KP സാബു എന്ന ക്യാരക്ടർ, പുള്ളി തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഫോട്ടോ വെച്ച് ആ ഭാഗത്തുനിന്ന് വൈപ്പിൻ ഭാഗത്തുനിന്ന് ഒരു അലന്ന ഒരു ടോണി ബ്രോ എന്ന് പറയുന്ന ഒരു മച്ചാൻ സൂപ്പർ സ്റ്റാർ ഒരു ബ്രോ ഒരു എന്താ പറയുക ഇതേപോലെ ഇരിക്കുന്ന ഒരു രൂപമുള്ള നീരജ് മാധവ് എന്ന് പറഞ്ഞ ഏതൊരുത്തൻ. അപ്പോൾ ഇത് ചെയ്യാനല്ലേ നമ്മൾ രണ്ടാമത്തെ പടമല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവരും ചോദിക്കുമ്പം ഞാൻ പറഞ്ഞു, ചാക്കോച്ചൻ എന്തോ ഇപ്പം ഞാനില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്നു, മധുരനാരങ്ങയ്ക്ക് ശേഷം വീണ്ടും മറ്റൊരു പടത്തിലേക്ക്. പക്ഷെ സത്യാവസ്ഥ ഞാനിവിടെ പറയാം. അതായത് മധുരനാരങ്ങ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മേയ്ക്കാൻ കുറച്ച് പാടാണെങ്കിലും ചെയ്യുന്ന പണി കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയുകൊണ്ട് എനിക്ക് അടുത്തൊരു പടമുണ്ട്, ഈ സ്ക്രിപ്റ്റ് ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വരുന്നതും ഫസ്റ്റ് ഹാഫ് വായിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. അപ്പം ചാക്കോച്ചൻ്റെ ഒപ്പം തന്നെ വീണ്ടും ഒരു പടം ചെയ്യുന്നതിൻ്റെ ഒരു ഈസിനെസ് എനിക്ക് ഈ പടത്തിലുണ്ടായിരുന്നു. അത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പടത്തിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് ചാക്കോച്ചൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് മുതലെടുത്ത് ചാക്കോച്ചനെ കൊണ്ട് ഒരുപാട് ഭക്ഷണം മേടിപ്പിക്കുകയും അത് കഴിക്കുക എന്ന് പോലുള്ള പരിപാടികൾ, എൻ്റെ കുക്കിനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുകയും അങ്ങനെയുള്ള വളരെ നല്ല ചില കാര്യങ്ങൾ. അപ്പം ഈ വാസുട്ടൻ്റെ ഒരു ക്വാളിറ്റി ചെറുതായിട്ട് ചാക്കോച്ചനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിക്കുമല്ലോ അല്ലേ? ഒരു പരിധി വരെ ദാനശീലം അത്യാവശ്യം അല്ലേ? കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് ആ കാറ് BMW തരാമോ? ഇപ്പം ഞാൻ ചെയ്യുന്ന പടത്തിലെ ആസിഫ് എന്നോട് ചോദിച്ച പോലെ എന്തോ കാര്യം പറയുമ്പോൾ, എടാ ഞാൻ എന്തൊരു കാര്യം പറയാൻ മറന്നുപോയി, ഈയിടെ ഇടയ്ക്ക് ഈ മറവി കൂടുതലാണെന്ന് ഞാൻ ആസിഫിനോട് പറഞ്ഞു. അപ്പം ആസിഫ് പറഞ്ഞ്, എനിക്ക് ആ ഓടി തരാമെന്ന് പറഞ്ഞ് മറന്നോ? ഏത് ഓടി? ചാക്കോച്ചിൻ്റെ ഓടി എനിക്ക് തരാന്ന്. മോനെ അങ്ങനെ നീ അത്രയ്ക്ക് എന്നെ മുതലെടുക്കാൻ നോക്കിയിട്ടില്ല. ഇല്ല, ഞാൻ അത്ര നിർദോഷമായിട്ടുള്ള അല്ലേ? കാരണം അവൻ 5-6ാമത്തെ പടമാണ്, നീ രണ്ടാമത്തെ പടമായിട്ട്. പക്ഷെ നിനക്ക് അവനെ വെച്ച് നോക്കുമ്പോൾ നല്ല പുരോഗമനമുണ്ട്. രണ്ടാമത്തിൽ പണി തരാൻ തുടങ്ങിയില്ല, കട്ടിയ ടൈം ആയില്ലേ? പക്ഷെ ചാക്കോച്ചൻ വഴി അറിഞ്ഞ ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് ഞാൻ പറയാം. അതായിരിക്കും എനിക്ക് കൂടുതൽ. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ലസ്സി കഴിച്ചു, അമൃതസുരഭി പൊള്ളാച്ചി. പിന്നെ നമ്മുടെ എന്ത് ബിരിയാണി ആയിരുന്നു? വേണൂസ് ബിരിയാണി. അയ്യോ, അൾട്ടിമേറ്റ് സാധനം. ഞാനത് അജുവിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്
വിനീത് ശ്രീനിവാസൻ മറ്റേ കോയമ്പത്തൂർ പോയിട്ട് ഇത് തപ്പി കണ്ടുപിടിച്ചിട്ട് അവിടെ ഈ സാധനം കഴിച്ച് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം അങ്ങനെ ഞാൻ വളരെയധികം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ചാക്കോച്ചൻ്റെ ആ ഒരു പെരുമ. അതുപോലുള്ള നമ്മൾ അജു ഉണ്ടായിരുന്നു നമ്മൾ അന്ന് കൂട്ടത്തിൽ നമ്മളൊരു സുരാജ് ചേട്ടനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും നമുക്ക് ഈ ഒരു പടത്തിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ ഒരു ഫണ്ണും ആ ഒരു ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ജമുന പ്യാരി എന്ന സിനിമ തന്നെ അങ്ങനത്തെ ഒരു രീതിയാണ്. കാരണം നമ്മൾ ഇതിൽ പ്രണയം കൈകാര്യം ചെയ്യുന്നുണ്ട്, സൗഹൃദം കൈകാര്യം ചെയ്യുന്നുണ്ട്, യാത്രകളുണ്ട് ഒരുപാട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഏറ്റവും അധികം എൻജോയ് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബ് എന്തായാലും സിനിമയിലുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നൊരു നാനോ കാറില്ലേ ചെറിയ, അത് ത്രൂ ഔട്ട്. അപ്പോൾ ആ കാറിൽ രസമുള്ള കാര്യം എന്താ വെച്ചാൽ ചാക്കോച്ചന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ ഗിയറുള്ളൊരു വണ്ടി കൈ കിട്ടുന്നത്. അപ്പം ഓട്ടോമാറ്റിക് കാർ ഓടിച്ച് ജീവിതം വിരക്തിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ചാക്കോച്ചൻ പെട്ടെന്ന് ഗിയറുള്ള ഒരു കാറ് കിട്ടിയപ്പോൾ ഇത് മറ്റേ ഓഡിയും BMW ഒക്കെ ആണെന്നുള്ളൊരു വിചാരത്തിൽ ഒരു എടുപ്പകട എടുക്കാണ്ട് എൻ്റെ ഗടിയേ. അപ്പം ഞങ്ങൾ ചാക്കോച്ചൻ പക്ഷേ സേഫ് ഡ്രൈവറാണ്, ഡ്രൈവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഇട്ടാലേ കൂടെ ഇരുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യം. എന്നിട്ട് ഈ നാനോ ഇത്ര സ്പീഡിലാണ് ഓടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ടാറ്റയെന്ന് ഒഫീഷ്യലി ഒരു റിവാർഡ് കൊടുക്കേണ്ട വ്യക്തിയാണ്. പക്ഷെ നമ്മൾ പോകുമ്പോൾ ഒരു ദിവസം ഷൂട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്ത ക്യാമറ വണ്ടി പറഞ്ഞു വണ്ടി ചിലപ്പോൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കും. നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ പുകയുണ്ട് ബാക്കിൽ നിന്ന്. സുരാജ് ചേട്ടനൊക്കെ അയ്യോ ഡോറൊക്കെ തള്ളി തുറന്ന് പുറത്ത് ഇറങ്ങി ഓടി. അപ്പോൾ അങ്ങനെയുള്ള ചില കഴിവുകൾ ചാക്കോച്ചൻ ഈ പടത്തിൽ അത് സിനിമയിൽ പക്ഷെ സിനിമയിൽ കാണിക്കാൻ പറ്റില്ല. അതേപോലെ ആ ഓട്ടോ സ്റ്റൺസ് ഒക്കെ ചെയ്തത് ശരിക്കും ഓട്ടോ നായികയും കൊണ്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ ഒരു നായകനും നായികയും ആദ്യം കണ്ടുമുട്ടുമ്പോൾ അവിടെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാൻറ്റിക് ആവേണ്ടതാണ്. ഇത് കൊല്ലാൻ കൊണ്ടുപോകുന്ന പോലെ നായികയും കൊണ്ടുള്ള നായകൻ്റെ ആദ്യത്തെ യാത്ര. അത് ഈ ഓട്ടോയിൽ പോകാൻ പറ്റാത്ത വഴികളിലൂടെയും ഇല്ലാത്ത വഴികളിലൂടെയൊക്കെ കയറ്റവും ഇറക്കവും കുഴിയും എല്ലാം എനിക്ക് തോന്നുന്നു. ശരിക്കും ഇതിൽ നായികയായിട്ട് അഭിനയിച്ച ഗായത്രി എന്ന് പറയുന്ന കുട്ടി വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പേടിച്ച് ആളായിരുന്നു. പക്ഷേ ഈ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആണ്, ത്രില്ഡാണ്. പിന്നെ പേടി എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ആ ഒരു ശരിക്കും ഒരു ഫൈറ്റേഴ്സും എല്ലാം ചെയ്യേണ്ട സീക്വൻസ് ഉള്ള ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു കുട്ടി പേടിക്കണ്ട, ഇതൊരു വീഗാലാൻഡിൽ ഒരു റൈഡ് വിചാരിച്ചാൽ മതി. ആ ഒരു ലൈനിൽ തന്നെയാണ് നമ്മളത് എൻജോയ് ചെയ്തത്.